ഒടുവിൽ ഇറാൻ അമേരിക്ക ചർച്ചയിൽ പ്രതീക്ഷ. നിലപാടിൽ അയവ് വരുത്താമെന്ന ഇറാന്റെ ഉറപ്പോടെ യുദ്ധഭീതി ഒഴിയുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതേപോലെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യയെ തിളച്ചു മറിയുന്നതിനിടെ ഇറാൻ അമേരിക്ക യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന അവസരമായിരുന്നു ജനീവയിൽ നടന്ന ആണവ ചർച്ച. ചർച്ചയുടെ അന്തിമ തീരുമാനം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തുവരും. അപ്പോൾ മാത്രമാണ് ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ ഇറാന്റെ മേൽ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്കിന് സാധ്യത ഏറെയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആണവ ചർച്ചകളിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കാൻ വേണ്ടിയുള്ള പരിമിത ആക്രമണമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുക. അതിൽ ഫലമുണ്ടായില്ല എങ്കിൽ വർഷാവസാനം സമ്പൂർണ്ണ ആക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുനിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനീവയിൽ നിന്ന് ചില ശുഭസൂചനകൾ പുറത്തു വരുന്നത്. പക്ഷേ യുദ്ധമുണ്ടാകില്ല എന്ന ഉറപ്പൊന്നും നിലവിൽ ഇതുവരെ എവിടെ നിന്നും പുറത്തു വന്നിട്ടില്ല. അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതേയുള്ളൂ. എന്തായാലും ലോകം വലിയൊരു പ്രതീക്ഷയിലാണ്. യുദ്ധഭീതി ഒഴിയുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അതേസമയം ഒരു അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കണം എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവിന്റെ താൽപര്യമത്രേ. ഇസ്രായേലികൾ ആദ്യം ഒറ്റയ്ക്ക് മുന്നോട്ടു പോവുകയും ഇറാനികൾ തിരിച്ചടിച്ചാൽ ഇറാനെ ആക്രമിക്കുന്നതിന് യുക്തിപരമായ കാരണം കിട്ടുമെന്നുമുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറാൻ വിഷയത്തിലും മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറിലും ഉൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ അമേരിക്കൻ ജനതയെ അനുകൂലമാക്കി നിർത്താൻ വേണ്ടി ഉള്ളവയാണ് എന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും സ്വീകാര്യത കുറഞ്ഞു വരികയാണ്. ഇത് തിരിച്ചുപിടിക്കാനാണ് താൻ ശക്തനാണ് എന്ന് കാട്ടാനുള്ള ട്രംപിന്റെ വ്യഗ്രത എന്നും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ പ്രതിനിധി സഭയിലെ 435 സീറ്റുകളിലേക്കും സെനറ്റിലെ 35 സീറ്റുകളിലേക്കുമാണ് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വെനസ്വേലൻ പ്രസിഡന്റിനെ ബന്ദിയാക്കി അമേരിക്കയിൽ എത്തിച്ചതുവഴി ആ രാജ്യത്തെ അസംസ്കൃത എണ്ണയുടെ നിയന്ത്രണം ലഭിച്ചത് ട്രംപ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇറാനിലും അതാണ് ലക്ഷ്യം. പക്ഷേ വെനസ്വേലയല്ല ഇറാൻ എന്ന് ട്രംപിന് നന്നായി അറിയാം. അമേരിക്ക ആവശ്യപ്പെടുന്നത് പോലുള്ള കാര്യങ്ങളിൽ ഇറാൻ ഒപ്പുവെക്കണം. ഇല്ലെങ്കിൽ ട്രംപിന് അമേരിക്കൻ ജനതയുടെ മുന്നിൽ മുഖം നഷ്ടപ്പെടും. അതിനാലാണ് പടക്കോപ്പുകൾ ചുറ്റും എത്തിച്ച് ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി കരാറിൽ ഒപ്പുവെപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അത് പാളിയാൽ യുദ്ധം നടത്തി മുഖം രക്ഷിക്കണം. വലിയ യുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്കൻ ജനത തനിക്കെതിരെ തിരിയുമെന്നും ട്രംപിന് ബോധ്യമുണ്ട്. അതിനാൽ പരിമിതമായി ഇറാനെ ആക്രമിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാകും ശ്രമമെന്ന് വിദേശകാര്യ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ചെറിയ ആക്രമണം പോലും പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി കണക്കാക്കുമെന്ന ഇറാന്റെ പ്രസ്താവന ട്രംപിന് തലവേദനയാണ്. അമേരിക്കയുടെ സുഹൃത്തുക്കളും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഗൾഫ് മേഖലയിലെ എയർബേസുകളിൽ ഇറാൻ മിസൈലുകൾ പതിക്കുമെന്ന ആശങ്ക വേറെ. സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിലും ട്രംപ് ശ്രമിച്ചത് ഈ ആശങ്കകളെ മറയ്ക്കാനാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം അമേരിക്കൻ ആക്രമണം പ്രതീക്ഷിച്ച് എണ്ണ കയറ്റുമതി ദ്രുതഗതിയിലാക്കിയിരിക്കുകയാണ് ഇറാൻ. പേർഷ്യൻ ഗൾഫിലെ ടാങ്കറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന എണ്ണയുടെ 3 ഇരട്ടിയാണ് ഇറാൻ ഇപ്പോൾ കയറ്റി അയക്കുന്നത്. ഫെബ്രുവരി 15-നും 20-നും ഇടയിൽ ഖാർഗ് ദ്വീപിൽ നിന്നുള്ള ഇറാനിയൻ എണ്ണ കയറ്റുമതി ഏകദേശം 20.1 ദശലക്ഷം ബാരലിൽ എത്തിയെന്ന് കെപ്ലർ ഡാറ്റ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ ലോഡ് ചെയ്തതിന്റെ 3 ഇരട്ടിയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 3 മാസത്തെ ഇറാന്റെ ശരാശരി ലോഡിംഗ് 1.54 ദശലക്ഷം ബാരലായിരുന്നു. ഇറാൻ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ടെർമിനൽ ഖാർഗ് ദ്വീപിലുണ്ട്. US ആക്രമണം ഇറാന്റെ എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയാൽ സൗദി അറേബ്യ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയ സമയത്തും സൗദി സമാനമായ രീതി അവലംബിച്ചിരുന്നു. അന്ന് സൗദി 0.5 ദശലക്ഷം ബാരൽ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും വിദേശ സംഭരണ യൂണിറ്റുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിലെ 30-ലധികം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതായി അമേരിക്ക ഇതിനിടെ അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഡ്രോൺ നിർമ്മാണം എന്നിവയ്ക്ക് സഹായം നൽകുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയുമാണ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത് എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ കണ്ണു വെട്ടിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ പതാക ഉപയോഗിച്ച് അസംസ്കൃത എണ്ണ കടത്തുന്ന ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്ന കപ്പലുകളും നിരീക്ഷണത്തിലാണ്.
ഇറാന്റെ ആയുധശേഷി നിയന്ത്രിക്കാൻ നടപടി അനിവാര്യമാണ് എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ യുദ്ധമാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും സ്കോട്ട് ബെസന്റ് വെളിപ്പെടുത്തി. ഇറാനിൽ ഡിസംബറിൽ തുടങ്ങി 2 ആഴ്ച നീണ്ട രാജ്യവ്യാപകമായി ഉണ്ടായ പ്രതിഷേധങ്ങൾ യുദ്ധത്തിനുള്ള കാരണമായി കാട്ടാൻ ട്രംപ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യത്തിന് താൽപ്പര്യമില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വലിയ വിനാശകരമായ ആയുധങ്ങൾ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയി നിഷിദ്ധമാക്കിയതായും പെസഷ്കിയാൻ പറഞ്ഞു. ടെഹ്റാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു എന്നായിരുന്നു പെസഷ്കിയാൻ അവകാശപ്പെട്ടത്. ടെഹ്റാന്റെ ആണവായുധ പരിപാടിയിൽ അന്തിമ തീരുമാനം ഖമനിയുടേതാണ്. 2000ങ്ങളുടെ ആരംഭത്തിൽ ഫത്വ അല്ലെങ്കിൽ മതനിർദ്ദേശത്തിൽ ആണവായുധങ്ങളുടെ വികസനം നിഷിദ്ധമാക്കിയതായും പെസഷ്കിയാൻ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അമേരിക്കയുടെ സൈനിക നടപടികളുടെ ഭീഷണി ഗൗരവമായി കാണണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. സമാധാനമാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നത്, പക്ഷേ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടാൽ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്കയ്ക്ക് അധികാരമുണ്ട് എന്നും JD വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മോശമായ ഭരണകൂടത്തിന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നും ഫോക്സ് ന്യൂസിന്റെ പ്രത്യേക അഭിമുഖത്തിൽ JD വാൻസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച എന്തുകൊണ്ടും നിർണായകമാണ്. ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണ്, യുദ്ധം ഒഴിവാകുമോ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.